നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഒക്ടോബർ 2021 നടത്തേണ്ട എക്സാമുകളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എക്സാം ഡേറ്റ് ഉൾപ്പെടെയുള്ള എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് ഒക്ടോബർ മാസത്തിൽ ഉള്ളത്, എന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്, ഈ വക കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ 2021. അപ്പോൾ ഇതില് ഒരു കാര്യം PSC പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ സ്ഥിരീകരണം നൽകേണ്ട തസ്തികകളിലേക്ക് സ്ഥിരീകരണം രേഖപ്പെടുത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനായി അവരുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം ഉൾക്കൊള്ളുന്ന ജില്ല തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. എക്സാം എഴുതുന്നതിന് വേണ്ടി ആവശ്യമെങ്കിൽ ഇതിനായി പ്രൊഫൈലിലെ കത്തിടപാടുകൾ നടത്തേണ്ടുന്ന വിലാസത്തിൽ സ്വയം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം മാത്രം സ്ഥിരീകരണം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് PSCയുടെ പ്രത്യേകം ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഒക്ടോബർ 1 ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ആണ്. പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള എക്സാം. ഇവിടെ സിലബസ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, IT ആൻഡ് സൈബർ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. ഓക്കെ, ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/7/2021 മുതൽ 23/7/2021 മുതൽ 11/8/2021 വരെ കൺഫർമേഷൻ കൊടുക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് 4/10/2021 ആയുർവേദ തെറാപ്പിസ്റ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ എക്സാം കണ്ണൂർ ജില്ലയിലേക്ക് വേണ്ടി 4/10/2021 നടക്കുന്നത്. ഇതിനും കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആരംഭിച്ചിട്ടുണ്ട്. 23/7/2021 മുതൽ 11/8/2021 വരെ. അടുത്തത് 4/10/2021 ആയുർവേദ തെറാപ്പിസ്റ്റ് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാമും അന്ന് തന്നെയാണ്. 5/10/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കന്നഡ. അപ്പോ അതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് സെയിം ഡേറ്റ് തന്നെയാണ്. 7/10/2021 ലോവർ ഡിവിഷൻ ക്ലർക്ക് ഫ്രം എക്സ് സർവീസ് മെൻ ഒള്ളി. അന്നേ ദിവസം തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് കോട്ടയം ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം എക്സ് സർവീസ് മെൻ. അതുപോലെ കൊല്ലം, കോട്ടയം, എറണാകുളം ജില്ലയിലേക്കുള്ള എക്സാം. പിന്നെ എക്സ് സർവീസ് മെൻ ഒള്ളി കോട്ടയം മുസ്ലിം കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ്. അതുപോലെ ഡിഫറെന്റ് കാറ്റഗറി LC ബാർ AE ST അതെല്ലാം 7-ാം തീയതി തന്നെയാണ്. ST തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള എക്സാം എല്ലാം കോമൺ ടെസ്റ്റ് തന്നെയാണ്. എറണാകുളം ജില്ല, തിരുവനന്തപുരം മുസ്ലിം കാറ്റഗറിക്കുള്ള അന്നേ ദിവസത്തെ എക്സാം, ഇടുക്കി, എറണാകുളം SC കാറ്റഗറി, പാലക്കാട് വിശ്വകർമ്മ. ഇനി എക്സ് സർവീസ് മെന്നിന് വേണ്ടിയുള്ള ക്ലർക്ക്, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC ആൻഡ് ST സൈനിക് വെൽഫെയറിലേക്കുള്ള തിരുവനന്തപുരം ജില്ലയുടെ എക്സാം അന്നാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെയും എക്സാം അന്നാണ്. അത്രയും എക്സാം ആണ് അന്ന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സീരിയൽ നമ്പർ 5 മുതൽ 17 വരെ, ഇപ്പൊ പറഞ്ഞ ഈ 5 മുതൽ 17 വരെ പറഞ്ഞില്ലേ, അതിന് കോമൺ ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത 12-ാം തീയതി വരുന്നത് ഓവർസിയർ ഗ്രേഡ് 1, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ആണ്. അതിനും കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് സെയിം ആണ്. 23/7 തൊട്ട് 11/8 വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ആ ദിവസം തന്നെ 12/10 ജൂനിയർ ഓവർസിയർ സിവിൽ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ലിമിറ്റഡിലേക്കുള്ള എക്സാം ആണ്. അന്ന് തന്നെ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1 പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ, അതുപോലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. ഇതിനൊക്കെ കോമൺ ടെസ്റ്റ് ആണ്. ഇനി 21/10 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ അസിസ്റ്റന്റ് ഡയറക്ടർ സിവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ LSGDയിലേക്കുള്ള എക്സാം അന്ന് തന്നെയാണ്. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 21-ാം തീയതിയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അന്ന് തന്നെയാണ് എക്സാം.
അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് 21 തീയതിയാണ് എക്സാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് 21 തീയതിയാണ് എക്സാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അന്നാണ് എക്സാം 21 തീയതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് 21 തീയതിയാണ് എക്സാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള 21 തീയതിയാണ് എക്സാം. അപ്പം ഇത്രയും കാറ്റഗറി ഇപ്പൊ പറഞ്ഞ ഇത്രയും സീരിയൽ നമ്പേഴ്സിന് കോമൺ എക്സാം തന്നെയാണ്. ഇനി 23 തീയതി നമ്മൾ എല്ലാവരും കാത്തിരുന്ന അപ് ടു SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ ആണ് 23 തീയതി. 26 തീയതി അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എക്സാം ആണ് 26 LC ബാർ AI കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ഹിന്ദു നാടാർ കാറ്റഗറിക്ക് വേണ്ടിയുള്ള എക്സാം വന്ന് തന്നെയാണ് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ. അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ധീവര. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ST. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ SCCC. അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വിശ്വകർമ്മ. ഇതിനൊക്കെ കോമൺ ടെസ്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും 34 മുതൽ 39 വരെയുള്ള സീരിയൽ നമ്പറിൽ കോമൺ എക്സാം ആയിരിക്കും. ഇനി ഒക്ടോബർ 30 അപ് ടു SSLC ലെവൽ മെയിൻ എക്സാമിനേഷൻ ആണ് LGS കാറ്റഗറിയുടെ എക്സാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒക്ടോബർ മാസം PSC നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന എക്സാമുകൾ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്